പണ്ട് ഒരു നാട്ടിലെ മഹലിലെ ഒരു വലിയ ഖാദിയാര്, ആ ഖാദിയാര് ജനങ്ങളെ പറ്റിച്ചങ്ങനെ ജീവിക്കുകയാണ്. അപ്പൊ അയാൾ ഒരിക്കല് ഇടവക്കല് വീടുള്ള വീടിന്റെ സമീപത്തൂടെ പോയപ്പോ അയാൾ ഇങ്ങനെ ആക്കി. ആ വീട്ടിലെ സഹോദരി ഉസ്താദ് ഇങ്ങനെ ആക്കി. അപ്പൊ ഉസ്താദ് നിങ്ങൾ എന്താ ആക്കണതെന്ന് ചോദിച്ചു. അന്നില്ല, മക്കത്ത് ഹറമിൽ നായി കയറി, അത് ഞാൻ ഇവിടുന്ന് കണ്ടത്, അതിനെ തെളിച്ചതാണ്. ഹറമെന്ന് നായി കഴിഞ്ഞ് ഇറങ്ങിപ്പോയിക്കോന്ന് ഞാൻ തെളിച്ചതാണ്. അതിന്റെ പിറ്റേന്ന് ഉസ്താദിന്റെ ഭക്ഷണം ഇത്താത്താന്റെ വീട്ടിലായിരുന്നു. ഇത്താത്താന്റെ വീട്ടിലായിരുന്നു ഭക്ഷണം. അപ്പൊ ഈ ഇത്താത്ത എന്ത് ചെയ്തു പറഞ്ഞാൽ, ചിക്കനൊക്കെ പ്ലേറ്റിൽ വെച്ചിട്ട് ചോറ് അതിന്റെ മുകളിൽ വെച്ച്, ചിക്കന് താഴെ വെച്ചിട്ട് അതിന്റെ മുകളിൽ ചോറ് വെച്ചിട്ട് ഉസ്താദിന് തിന്നാൻ അവിടെ വെച്ചു കൊടുത്ത്. അപ്പൊ ഉസ്താദ് ഇങ്ങനെ ഇരിക്കുക, കറിപ്പം വരും, ഇറച്ചിപ്പം വരും. 10 മിനിറ്റ് കഴിഞ്ഞ് ഉസ്താദ് ചോദിച്ചു, അല്ല ഇന്ന് വെറും ചോറ് മാത്രമുള്ള കറിയില്ലേന്ന് ചോദിച്ചു. അപ്പൊ താത്ത ചോദിച്ചു, ഇത്തിരി പിടി ചോറിന്റെ അടിയിൽ കോയിറച്ചി വെച്ചേ കാണാത്തങ്ങളാ 1000 കിലോമീറ്റർ അക്കരത്തുള്ള നായി കയറിയെ കണ്ട് പോയി എണീച്ച് പോയി കാക്കാടുന്നു. അതാ ചിന്ത. പെണ്ണിന് ചിന്ത ഉണ്ടാവണമെന്ന് അറിയുന്ന അതാ, ബുദ്ധി ഉണ്ടാവണോ. നമ്മൾ നമ്മുടെ തലച്ചോറ് വെച്ചിട്ട് ആലോചിക്കുക, നല്ലോണം ആലോചിക്കുക. ഓരോ വിഷയവും മറ്റുള്ളവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ചിന്തിക്കുക. നമ്മൾ നോക്കൂ, നമ്മുടെ ടോയ്ലറ്റിൽ ടൈല് സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഉസ്താദ് സെലക്ട് ചെയ്യുന്നത് അല്ല. നമുക്ക് എഞ്ചിനീയർ ആകണം ഉസ്താദ് പറഞ്ഞിട്ടാ അല്ല. നമുക്ക് നല്ലൊരു ഡ്രസ്സ് എടുക്കണം ഉസ്താദിനെ കൂട്ടിക്കൊണ്ടുപോയിട്ടാ അല്ല. പള്ളിയിൽ അച്ഛനെ കൊണ്ടുപോയിട്ടാ അല്ല. സ്വാമിജീനെ കൊണ്ടുപോയിട്ടാ അല്ല. മൗലവിനെ കൊണ്ടുപോയിട്ടാ അല്ല. അള്ളാഹു നമുക്കൊക്കെ ചിന്ത തന്നിട്ടുണ്ട്. ആ ചിന്ത മതത്തിന്റെ കാര്യത്തിൽ ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അങ്ങനെ നമുക്ക് ചിന്തിക്കാനാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു, മനുഷ്യരില്ലാത്തൊരു കാലം, ഇപ്പൊ സുഹൈലി ദ്വീപ് എന്ന് പറഞ്ഞൊരു ദ്വീപുണ്ട്, ദ്വീപ് ലോകങ്ങളിൽ സുഹൈലി ദ്വീപ്. ആ ദ്വീപിൽ മനുഷ്യന്മാരില്ല. തെങ്ങുണ്ട്, തേങ്ങയുണ്ട്, മനുഷ്യന്മാരില്ല അവിടെ. ഞാൻ പറയുന്ന മനുഷ്യന്മാരില്ലാത്ത സ്ഥലം ഒന്നും ഉണ്ടല്ലോ. എന്നാ മനുഷ്യർ ഭൂമുഖത്തില്ലാത്തൊരു കാലം. ഭൂമി ഉണ്ടായിരുന്നു, ആകാശം ഉണ്ടായിരുന്നു, സൂര്യൻ ഉദിച്ചിരുന്നു, ചന്ദ്രൻ നിലാവലകൾ പൊഴിച്ചിരുന്നു, ചെടികൾ വളർന്നിരുന്നു, അതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ആ പുഷ്പമേ അധിക തുങ്കപഥത്തിൽ നീ എത്ര ശോഭിച്ചിരുന്നു രാജ്ഞി കണക്കെ എന്ന് പറയാൻ കുമാരനാശാൻ ഉണ്ടായിരുന്നില്ല. അന്നൊരു ശരത്കാല പൗർണമി ഒരുക്കിയ ചന്ദന പുഴ നീന്തി കടന്നു നടന്നൊരാൾ എന്ന വൃക്ഷം എന്ന കവിത രചിക്കാൻ അന്ന് കവി ഉണ്ടായിരുന്നില്ല. ഇഷ്ടവധുവാം നിന്നെ സൂര്യൻ അണിയിച്ച ചിത്രപട കഞ്ചുകം തെല്ലൊന്നു നീക്കി നീ അരുളിയ മുലപ്പാൽ കുടിച്ചു തെഴുത്തവർക്കൊരു ദാഹമുണ്ടായി ഒടുക്കത്തെ ദാഹം എന്ന് പാടാൻ ONV കുറിപ്പുണ്ടായിരുന്നില്ല. The traveler learns that about the road wind up all the way from beginning to end എന്ന കവിതാ സമാഹാരത്തിന്റെ അപ്ഹിൽ രചിക്കാൻ അന്ന് കവിഭാവനകൾ ഉണ്ടായിരുന്നില്ല. ഇതൊന്നുമില്ലാത്ത കാലം. അമ്പലമില്ല, ചർച്ചില്ല, പള്ളിയില്ല, മസ്ജിദുകളില്ല, സെനഗോഗിലുകളില്ല, കെട്ടിടങ്ങളില്ല, മാളുകളില്ല, എയർപോർട്ടുകളില്ല, റെയിൽവേ സ്റ്റേഷനുകളില്ല, KSRTC സ്റ്റാൻഡുകളില്ല, ഒന്നുമില്ലാത്തൊരു കാലം. ഇനി ഞങ്ങളോട് ചോദിക്കുകയാണ്, മനുഷ്യരാരുമില്ല. ശ്രീരാമനില്ല, ശ്രീകൃഷ്ണനില്ല, മുഹമ്മദ് നബി ഇല്ല, യേശുക്രിസ്തില്ല, മാതാമൃതാന്നമയില്ല, ഉള്ളാളന്നങ്ങളില്ല, മൊയ്തീൻ ഷെയ്ഖില്ല, റിഫായി ഷെയ്ഖില്ല, ഒന്നുമില്ലാത്ത കാലം. അന്ന് ആകാശല്ലേ? മാധവി ചേച്ചി ഇല്ലേ? ഉണ്ട്. ഇവിടെ വല്ല മാധവി ചേച്ചി ഉണ്ടോ എനിക്കറിയില്ല. വല്ല എലിയാമ്മക്കുട്ടിയും ഇവിടെ ഇരിക്കണ്ടോ എന്ന് എനിക്കറിയില്ല. തൊട്ടടുത്ത് വലിയൊരു ചർച്ച ഞാൻ കണ്ടു. ആരെങ്കിലും ഇല്ലാതിരിക്കില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, യേശുക്രിസ്തുവിന്റെ അമ്മയാണല്ലോ മറിയം, അറിയാലോ, കന്യാമറിയം. 34 സ്ഥലത്ത് ഖുർആൻ പേര് പറഞ്ഞ് എന്ന് ഖുർആനിലെ 3-ാം അധ്യായം 42 പറഞ്ഞ 19-ാം അധ്യായം സൂറത്ത് മറിയമിൽ അള്ളാഹു പരാമർശിച്ച ആ മറിയം ബീവി യേശുക്രിസ്തുവിന് മുമ്പില്ലേ? ഉണ്ട്. മറിയം ബീവിക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. അവർക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. അവരെ ആരാ സൃഷ്ടിച്ചത്? അവർക്കാരാ വായു നൽകിയത്? പോകട്ടെ, ആദം ഹവ്വ ദമ്പതികൾ, ആദിഭാവ ചരിത്രം എല്ലാവർക്കും അറിയാം. ഉൽപ്പത്തി പുസ്തകം അത് വായിക്കുന്നു. ബൈബിളിൽ 69 പുസ്തകം, ബൈബിളിൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് ന്യൂ ടെസ്റ്റ്മെന്റ് ചേർന്ന ബൈബിൾ സമുച്ചയത്തിൽ പൂർവ്വ പ്രവാചകന്മാരുടെ കഥ പറയുന്നില്ലേ? ഉണ്ട്. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു, ആദമിനെ ആര് സൃഷ്ടിച്ചു? ആദമിന് പിതാവുണ്ടോ? ഇല്ല. പുത്രനുണ്ടോ? ഉമ്മയുണ്ടോ? ഇല്ല. ഉമ്മയും ഉപ്പയും ഇല്ലാതെ, അച്ഛനും അമ്മയും ഇല്ലാതെ ആദം ഉണ്ടായില്ലേ? എങ്കിൽ ദൈവപുത്രനാകാൻ ഏറ്റവും അർഹൻ ആദം അലൈഹിസ്സലാം അല്ലേ? നോക്കൂ, പിതാവില്ലാതെ ജനിച്ച കുട്ടി യേശുക്രിസ്തു, അതുകൊണ്ട് ദൈവത്തിന്റെ പുത്രൻ. എങ്കിൽ ആദം അലൈഹിസ്സലാമോ? അമ്മയില്ല, അച്ഛനുമില്ല. അമ്മയില്ലാതെ അച്ഛനില്ലാതെ ദൈവത്തിന്റെ കൈകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദം അലൈഹിസ്സലാം എന്തുകൊണ്ട് ദൈവപുത്രനായില്ല? ആയില്ല. ആലോചിക്കാനാണ്, ചിന്തിക്കാനാണ്, നല്ലവണ്ണം ആലോചിക്കാൻ. ആദം അലൈഹിസ്സലാമിന് മുമ്പ് സൂര്യൻ ഉണ്ടെങ്കിൽ ജോർജിനോട് ചോദിക്ക്, ആ സൂര്യനെ ആര് സൃഷ്ടിച്ചു? ആ സൂര്യനെ സൃഷ്ടിച്ചവൻ ആരാ? 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനെ ആര് സൃഷ്ടിച്ചു? ആരാ സൃഷ്ടിച്ചത്? ആലോചിക്കാൻ നമുക്ക്.
7 ആകാശം, ആ 10,000 കോടി നക്ഷത്രങ്ങളുള്ള 10,000 കോടി നക്ഷത്ര കുടുംബത്തെ ആര് വിന്യസിച്ചു? അത്ഭുതാവഹമായ ഈ മഹാപ്രപഞ്ചത്തെ ആര് സംവിധാനിച്ചു? ആലോചിച്ചു നോക്കിയേ. സുമ്മ ഖലഖ്നൽ നുത്ഫത അലഖ ഫഖലഖ്നൽ അലഖത മുളഅ ഫഖലഖ്നൽ മുളഅത ഇലാമ ഫഖസൗനൽ ഇലാമ ലഹ്മ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലേ? വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വചനം. അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംന, സൂറത്ത് ഖിയാമ 37-ാമത്തെ വചനം. അതിൽ പറയുന്നത് എന്തറിയോ? തെറിച്ചു വീഴുന്ന ഇന്ദ്രിയ തുള്ളിയിലെ ഒരു കണമായിരുന്നില്ലേ എന്നാണ് 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ ചോദിക്കുന്നത്. 200 കോടി പുരുഷന്റെ ബീജം ഉൾക്കൊള്ളുന്ന 2 മില്ലി ലിറ്റർ ഇന്ദ്രിയത്തിൽ 200 കോടി ബീജമുണ്ടാകും. ആ 200 കോടി ബീജത്തിൽ നിന്ന് ലക്ഷണമൊത്തൊരു ബീജം അണ്ഡവുമായി സന്ധിക്കുന്നു, സൈക്കോട്ടായി രൂപപ്പെടുന്നു. സുമ്മ ഖലഖ്ന നുത്ഫ, അല്ലാഹ് പറയുന്നു അത് രക്തപിണ്ഡമായി തീരുന്നു. ആ രക്തപിണ്ഡം മാംസം കൊണ്ട് അനാവരണം ചെയ്യുന്നു. ആ മാംസപിണ്ഡത്തെ അസ്ഥിക്കൂടം കൊണ്ട് പൊതിയുന്നു. ആ അസ്ഥിയെ വീണ്ടും മാംസം കൊണ്ട് ഡിസൈൻ ചെയ്യുന്നു. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. അങ്ങനെ ഉമ്മാന്റെ, കല്യാണിയുടെ, അതുപോലെ മാധവി ചേച്ചിയുടെ, ആമിനക്കുട്ടിയുടെ ഉദരത്തിൽ നിന്ന് അതാ ഒരു കുഞ്ഞ് പുറത്തു വരുന്നു, ഒന്നും അറിയാത്തവനായിട്ട്. കരഞ്ഞുകൊണ്ടേ ജനിക്കുന്നു, നാം കരയിച്ചുകൊണ്ടേ യാത്ര തിരിച്ചു പോകുന്നു, അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ ഇത് ആരാ ചെയ്യണത്? ഗർഭപാത്രത്തിലെ 3 ഇരുട്ടറകൾക്കുള്ളിൽ വിശുദ്ധ ഖുർആൻ പറയുന്ന ഖലഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാതിൻ സലാസിൻ ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്. വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം 6-ാമത്തെ വചനം. അതിൽ അല്ലാഹു പറയുന്നത് ഗർഭപാത്രത്തിലെ 3 ഇരുട്ടറകൾ. ഏതാ 3 ഇരുട്ടറകൾ? ഒന്ന് നമ്മുടെ വയറ്, സ്ത്രീകളുടെ വയറ്. പിന്നെ ഗർഭപാത്ര ഭിത്തി, ആംനിയോകോറിയോൺ പാട. ഈ 3ന്റെ ഇരുട്ടറകൾക്കുള്ളിലും സുരക്ഷിതമായി സൂര്യപ്രകാശം കിടക്കാത്ത സംവിധാനത്തിൽ പൊക്കിൾക്കൊടിയിലൂടെ ഭക്ഷണം നൽകുന്ന ആ പരമകാരുണികൻ ആരാണ്? യേശുക്രിസ്തുവെ. കന്യാമറിയമിന്റെ ഉദരത്തിൽ യേശുക്രിസ്തുവിനെ സൃഷ്ടിച്ചു പരിപാലിച്ച ആ കരുണാമയനായ പരിപാലകൻ ആരാണ്? ഞാനല്ലയോ നിങ്ങളുടെ പരിപാലകൻ, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷകൻ എന്ന് സങ്കീർത്തന പുസ്തകം 148-ാം അധ്യായത്തിൽ പറഞ്ഞ ആ പരിപാലകൻ ആരാണ്? ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക. മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചനം. യേശുക്രിസ്തുവിന്റെ മറുപടി, വിഖ്യാതമായ മറുപടി. ശമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. ശമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. യേശുക്രിസ്തു പറയാൻ, എന്റെയും നിങ്ങളുടെയും, ഞാനല്ല നിങ്ങളുടെ ദൈവം, എന്നെ നിങ്ങൾ ആരും ദൈവാക്കരുത്, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും. ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദുഹു ഹാദാ സിറാത്തും മുസ്തഖീം. സിറാത്തും മുസ്തഖീം. നിങ്ങളുടെ ദൈവവും എന്റെ ദൈവവും ഒന്നാണ്. കണ്ടോ? യേശുക്രിസ്തു പറഞ്ഞ അതാണ്. ഞാനും പിതാവും പുത്രനും എന്ന 3 ദൈവമുണ്ട് എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല ബൈബിളിൽ ഒരിടത്തും. കണ്ണുപതിയാവുന്ന ബൈബിളിലെ വാചകത്തിലെ ഒരക്ഷര ബിന്ദുവിലും തൃത്വത്തിന്റെ അംശങ്ങളില്ല. അത് ശൗൽ എന്ന ജൂതനാൽ പടുത്തുയർത്തപ്പെട്ട ഒരാശയമാണ്. നമ്മൾ ഒന്നാണ്, ഒറ്റ ദൈവം, ഒരൊറ്റ ജനത. അതല്ലേ മിസ്രിം ദേശത്തു നിന്നും, അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലേ സ്വർഗത്തിലുള്ളതിന്റെയോ താഴെ ഭൂമിയിലുള്ളതിന്റെയോ വെള്ളത്തിനടിയിലുള്ളതിന്റെയോ ഒന്നിന്റെയും പ്രതിമ അരുത്. അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. പുറപ്പാട് 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 15-ൽ പറയുന്നു, ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോ നിങ്ങൾ എന്റെ രൂപം കണ്ടിട്ടില്ല, അതുകൊണ്ട് ആണിന്റെയും പെണ്ണിന്റെയും രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. കന്യാമറിയമിന്റെ രൂപം ഉണ്ടാക്കരുത് എന്ന് ബൈബിൾ, പച്ച മലയാളം. ഇന്ന് ക്രിസ്ത്യാനി വീട്ടിൽ പോയിട്ട് ബൈബിൾ എടുത്ത് നോക്കിയാൽ ആ ബൈബിളിൽ പറയാണ് യേശുക്രിസ്തുവിന്റെ രൂപം ഉണ്ടാക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. എന്നിട്ടുണ്ടാക്കണില്ലേ? ഉണ്ട്. കള്ളുകുടി ദൈവത്തിന് ഇഷ്ടമല്ല, കള്ളുടിക്കില്ലേ? ഉണ്ട്. വ്യഭിചാരം ദൈവം വിലക്കി, എന്നിട്ടും ആളുകളെ ചെയ്യില്ലേ? ഉണ്ട്. വേദഗ്രന്ഥം പറയുന്നു നതസ്യ പ്രതിമാസ്തി. യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ സൂക്തം. യജുർവേദത്തിൽ പറയണ ബിംബുണ്ടാക്കരുത്. ബിംബുണ്ടാക്കില്ലേ നമ്മള്? ഉണ്ട്. നമുക്ക് എന്താ പറ്റിയത്? വേദമനുസരിച്ച് ജീവിച്ചില്ല. വേദം പഠിപ്പിച്ചത് എന്തെന്ന് പരിശോധിച്ചില്ല. മറ്റവരൊക്കെ ചെയ്തു, നമ്മളും ചെയ്തു. നിങ്ങളെല്ലാവരും ആലോചിക്കണേ, നിങ്ങളെല്ലാവരും ആലോചിച്ചു ഒന്ന് മനസ്സ് തട്ടി ചിന്തിക്കണം. ലോകത്ത് ഒരുപാട് മുസ്ലിങ്ങളില്ലേ? ഉണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഇന്തോനേഷ്യയിലല്ലേ? അതെ. അതിന്റെ അർത്ഥം എന്താ? ആ ഇന്തോനേഷ്യയിൽ ഏറ്റവും കൂടുതൽ പള്ളി ഉണ്ടാവൂലേ? ഉണ്ട്. ആ ഇന്തോനേഷ്യയിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ മുഹമ്മദ് നബീന്റെ പ്രതിമ ഉണ്ടോ? ഇല്ല. സൗദി അറേബ്യ, നബി ജനിച്ച നാടാ.
അവിടുത്തെ ഏതെങ്കിലും ഒരു മസ്ജിദില് മുഹമ്മദ് നബിയുടെ പ്രതിമ ഉണ്ടോ? സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമയുടെ പ്രതിമ ഇല്ല. ഇല്ല. കേരളത്തിൽ എവിടെങ്കിലും ഉണ്ടോ? അവിടെ ഒരു പള്ളി ഇതാ, നിങ്ങൾ എല്ലാവരും നോക്കൂ. ഞാൻ ഈ സദസ്സിൽ ഹൈന്ദവരുണ്ടെങ്കിൽ ക്രൈസ്തവരുണ്ടെങ്കിൽ നിങ്ങളോട് പറയും, ഈ പള്ളി കയറി നോക്കൂ, അവിടെ ഫോട്ടോ ഉണ്ടോ? ദൈവത്തിന്റെ പ്രതിമ ഉണ്ടോ? ഉണ്ടോ? രൂപമുണ്ടോ? ഇല്ല. എന്തേ ഇല്ലാത്തത്? ഇനി ഞാൻ ലളിതമായെന്ന് പറഞ്ഞോട്ടെ. മുഹമ്മദ് നബിയുടെ പ്രതിമ ഒരു ഹൈന്ദവനാൽ തകർക്കപ്പെട്ടിട്ട് ഹിന്ദു മുസ്ലിം വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ടോ? ലോക ചരിത്രത്തിൽ ഇന്നു വരെ ഉണ്ടോ? മുഹമ്മദ് നബിയുടെ പ്രതിമ ഒരു ജൂതൻ തകർത്തിട്ട് ജൂതനും മുസ്ലിങ്ങളും തമ്മിൽ കലാപം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പം എന്തോ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കുറെ കാലം മനസ്സിലാക്കിയതൊന്നും അല്ലട്ടോ മനസ്സിലാക്കൽ. ഞാൻ ആരെയും ചെറുതാക്കല്ല, എന്റെ ചിന്തകളെ വലുതാക്കുകയല്ല. പക്ഷെ വായിച്ചിട്ടുണ്ട്, പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ മണിക്കൂറിലും ഒരു പുതിയ വിജ്ഞാനം. ഓരോ മണിക്കൂറിലും ചിന്തക്ക് ഒരു നിമിഷം റെസ്റ്റ് കൊടുത്തിട്ടില്ല. എന്റെ ഉറക്കിൽ പോലും എനിക്ക് ചിന്ത ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഉറങ്ങുന്നത് പോലും ചിന്തിച്ചുകൊണ്ടാണെന്ന് വിചാരിക്കുന്നു. കാരണം ഖുർആൻ, നിങ്ങൾക്കറിയോ, നരകത്ത് പോകുന്നവരുടെ വിലാപം പറയുന്നിടത്ത് ഖുർആൻ പറയണെന്നറിയോ? വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിൽ മാ കുന്നാ ഫി അസ്ഹാബിസ് സഗീർ. 60-ാം അധ്യായം 10-ാമത്തെ വചനം. അവർ പറയുന്നറിയോ? നല്ല നല്ല പ്രസംഗം നടന്നിടത്തൊന്നും നമ്മൾ പോയില്ല. ഉത്സവത്തിന് പോയി, ഇങ്ങോട്ട് വരുമ്പോൾ നിലമ്പൂര് കാണാം, കറങ്ങിയോണ്ട് മൂത്രമൊഴിച്ചു പോകാന്നല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. മേലേക്ക് ഇങ്ങനെ പൊന്തുമ്പോൾ മൂത്രമല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. ക്ഷമിക്കണം. വേറെന്താ കൊണ്ട് വെച്ചോ? മറ്റോ വണ്ടി കറങ്ങി 100 റുപ്യ പോയി. വേറെന്താ വെച്ചോ? ഒരു നല്ല ഖുർആൻ പറയുന്നതറിയോ? എന്താ നീ നരകത്ത് പോയത്? ഒന്നുമില്ല, നല്ല നല്ല പ്രഭാഷണം നടന്നിരുന്നു, കേൾക്കാൻ പോയില്ല. പിന്നെയോ ചിന്തിച്ചതുമില്ല, അതുകൊണ്ട് നരകത്ത് പോയി. അതുകൊണ്ട് ചിന്തിച്ചിട്ട് സ്വർഗത്ത് പോകണം. എന്തൊക്കെ ചിന്തിക്കണം? ഞാൻ ലളിതമായി ഒന്ന് പറയാം. ഖുർആനിലെ 3-ാം അധ്യായം 190, 191 എക്സെട്രാ, ഫുള്ളായിട്ട് 200 വരെ വേണേ വായിക്കാം. അത്രയും ഡെപ്ത് ഉള്ള ചില കാര്യങ്ങളാണ്. ഖുർആൻ പറയുന്നത് അറിയോ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك وقنا عذاب النار. എന്റെ അർത്ഥം അറിയോ? പടച്ചോനെ, രാവും പകലും മാറി മാറി വരുന്നു. നമ്മളൊക്കെ ദാ നേരം വെളുക്കുന്നു, രാത്രിയാകുന്നു, നേരം വെളുക്കുന്നു, രാത്രിയാകുന്നു, കേലൊലിക്കുന്നു, കിടക്കുന്നു, പല്ല് കേൾക്കുന്നു, ചപ്പാത്തി 38 തിന്നുന്നു, 45 ചിക്കൻ കാല് കടിച്ചു വലിക്കുന്നു. വേറെന്താ? സത്യല്ലേ? തുണിയും കുപ്പായി ഇടുന്നു, സ്റ്റൈലാക്കുന്നു. നിന്റെ ഷൂ എങ്ങനെയുണ്ട്, ചെരുപ്പ് എങ്ങനെയുണ്ട്, തുണി എങ്ങനെയുണ്ട്, കാർ എങ്ങനെയുണ്ട്, വണ്ടി എങ്ങനെയുണ്ട്, വീട് എങ്ങനെയുണ്ട്? എങ്ങനെ ഉണ്ടായിട്ടെന്താ? 6 അടി മണ്ണിൽ പുഴുവിന് തിന്നാനല്ലേ? എങ്ങനെ ഉണ്ടായിട്ടെന്താ? മരിച്ച 6 അടി മണ്ണിലല്ലേ? 6 അടി മണ്ണിൽ അലിഞ്ഞു ചേരും. അങ്ങനെ തന്നെയല്ലേ? എല്ലാവരും അങ്ങനെ തന്നെ. 6 അടി മണ്ണിൽ അലിഞ്ഞു ചേരും. സത്യല്ലേ? കറുത്ത പുഴുക്കളല്ലേ അതിഥിയായി കാത്തു നിൽക്കുന്നത്, അല്ലേ? നമ്മളിങ്ങോട്ട് വരുമ്പോ ഇവിടുത്തെ സംഘാടകരാ കാത്തുന്നത്. നമ്മുടെ മയ്യത്ത് കബറിൽ കൊണ്ടെക്കുമ്പോ വണ്ട് ഇറച്ചി തിന്നാൻ കാത്തുകയാണ്. ആ മുഖമാണ് നമ്മുടെ മുഖം എല്ലാവരുടെയും, അല്ലേ? എല്ലാവരുടെയും. അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശിരിയ ബാദ മൗതി മദ്ദാറു. മരണമാകുന്ന വാതിൽ കടന്നു പോകാത്ത ഒരാളും ഈ ഭൂമുഖത്തുണ്ടാവില്ല. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ശങ്ക? ഇവരൊക്കെ മരിച്ചു. നെപ്പോളിയൻ ബോണപ്പാർട്ട്, അലക്സാണ്ടർ ദി ഗ്രേറ്റ്, എല്ലാ വില്ലന്മാരും, എല്ലാ ഏകഛത്രാധിപതികളും ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി. ഇനി ഞാൻ ചോദിക്കുക, ഞാനും നിങ്ങളും ഒക്കെ മരിക്കും. മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുവോ? അങ്ങനെയാണെങ്കിൽ പട്ടിയായി ജനിക്കുകയും നല്ലേ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, മരണത്തോടുകൂടി മനുഷ്യന്റെ ജീവിതം അവസാനിക്കെങ്കിൽ പന്നിയായി പട്ടിയായി ജീവിക്കൽ ഏറ്റവും ബെറ്റർ. അതെന്താ? നിങ്ങളൊക്കെ കല്യാണത്തിന് പോലുണ്ട്, വിളിക്കാത്ത കല്യാണത്തിന് എത്ര ആൾ പോവും? ക്ഷണിക്കാത്ത കല്യാണത്തിന് മാത്രമേ പശുവും കാളയും പോത്തും നായും ഒക്കെ പോയിട്ടുള്ളൂ. ഒറ്റ കല്യാണം ഏതെങ്കിലും ഉണ്ട് ഒരു ദാട്ടെ ഇൻവിറ്റേഷൻ ലെറ്റർ, മാധവിന്റെ കല്യാണ വന്നിട്ടില്ല. അതുമല്ല പള്ളറച്ചും തിന്ന് മൂപ്പര് പോയി. നായി അവിടെ വന്നിട്ട് നക്കി തുടച്ച് മൂപ്പര് പോയി. ആരെങ്കിലും ചോദിക്കലുണ്ടോ ഈ കല്യാണത്തിന് വിളിച്ചു എന്നെന്ന്? ഇല്ല, അങ്ങനെ വിളിക്കണ ഏർപ്പാടില്ല. ഒരാരും നമ്മളിപ്പോ പട്ടിണി കിടന്ന് മരിച്ചാലും എന്നെ അയൽവാസി കല്യാണത്തിന് വിളിച്ചില്ല, ഞാൻ വരൂല. ഇജ്ജ് പോണില്ലേ കല്യാണത്തിന്? ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല. എന്നാലും പോരടോ, മറന്നുപോയിട്ടുണ്ടാവും. അയ്യേ, ഞാൻ അഭിമാനിയാ, ഞാൻ പോവില്ല. അതാ മനുഷ്യൻ. മറ്റേതല്ല, പട്ടിണി കിടന്നാലും ബിരിയാണിയോട് മോഹമുണ്ട്, പക്ഷെ വിളിച്ചിട്ടില്ല. ഇതാ മനുഷ്യൻ.
ആ മനുഷ്യനെ മരിച്ചാ പിന്നെ ഇനി വേറൊന്നോട് പറഞ്ഞു നിങ്ങളോടൊക്കെ, ഇവിടെ കുറെ രക്ഷിതാക്കൾ ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ഇന്ന് രാത്രി ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങും, ചെറിയൊരു വിഷമം ഉണ്ടാവും. ചെറിയ മക്കളെ അവിടെ ആക്കി പോകുമ്പോ ഉണ്ടാവൂലേ ഏതെങ്കിലും ഒരു പട്ടി 8 പെറ്റിട്ട് യൂണിഫോം ധരിപ്പിച്ച് ഹിഫ്ള് ചെയ്യാൻ കൊണ്ടാക്കിയിട്ടുണ്ട് എവിടെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാൻ പറയണു, ഉറപ്പായിട്ട് പറയണേ, മനുഷ്യനൊരു കുട്ടി ഉണ്ടായ 5 പെൺകുട്ടി ഉണ്ടായാല് ഒരു ബാപ്പാന്റെ വിഷമം എന്താ? പ്രത്യേകിച്ച് ഇന്റെ ഒക്കെ വിഷമം എന്തായിരിക്കും? എനിക്ക് 5 പെൺകുട്ടി ഉണ്ട്. 5 പെൺകുട്ടി ഉണ്ടായ ബാപ്പാന്റെ പ്രയാസം എന്തായിരിക്കും? ഇറ്റലൊക്കെ പഠിപ്പിക്കണ്ടേ? വേണോ? ഇറ്റക്കൊക്കെ ഒരുപാട് ക്ലിപ്പ് വേണം, മുറുക്കി കൊടുക്കാൻ വേണോ, എന്തൊക്കെ വേണം. ആൺകുട്ടിയാണെന്ന് മണ്ടൊരു പെണ്ണു വൈട്ടോടാ പോയിട്ട് നിറഞ്ഞാൽ. പെണ്ണാണെങ്കിലോ ഞാൻ ചോദിക്കണം, പട്ടി 8 പെറ്റു, 8ഉം പട്ടി എന്ത് ചെയ്യും? അതിനുണ്ടോ LKG UKG? അതിനെന്താ LKG UKG? 6KG ഇട്ട ബിരിയാണി തിന്നാന്നല്ലാണ്ട്. പൊന്നു ചങ്ങായിമാരെ, ജന്തുലോകത്തിന് യൂണിഫോം പ്രശ്നമുണ്ടോ? സ്കൂൾ പ്രശ്നമുണ്ടോ? അന്ന നാട്ടിലൊരു സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. എന്നൊരു വിഷമമുണ്ടോ? കുട്ടികളൊക്കെ വലുതാകുമ്പോ കല്യാണത്തിന് വല്ല പ്രൊഫഷൻ പട്ടാളക്കാരനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കുന്നതിന് ഏതെങ്കിലും ഒരു പോത്ത് ദുനിയാവ് പറഞ്ഞിട്ടുണ്ടോ? ID കാർഡ് തയ്യാറാക്കാനും ആധാരം കാർഡ് തയ്യാറാക്കാനും ഏതെങ്കിലും ഒരു നായി പഞ്ചായത്ത് ഓഫീസിൽ പോയി ക്യൂ നിന്നുണ്ടോ മനുഷ്യന്മാരെ? എന്നിട്ട് ഈ മനുഷ്യനും നായും ചത്ത ഒരേപോലെ നിറഞ്ഞ കുറച്ച് മനുഷ്യന്മാര് ഓനൊക്കെ എന്തിനല്ല, ഞാൻ അത്ഭുതം തോന്നിയിട്ടുണ്ടെന്നറിയോ? മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഓനെ അല്ല സെട്ടിച്ച എന്തോ ഒരു ലക്ഷ്യത്തിനാണല്ലോ. അല്ലേ? ആലോചിച്ച് നോക്ക്, ഒരു മുട്ടുസൂചി എടുത്തിട്ട് ഇത് താനേ ഉണ്ടായതാന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുവോ? ഞാൻ ലളിതമായി ഇവിടെ ഒരു സ്പീച്ചിങ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെ കാണില്ല. ഇത് താൻ എനിക്ക് സ്പീച്ചിങ് സ്റ്റാൻഡ് തൽക്കാലം വേണ്ടാന്ന് വിചാരിച്ചൊരു മൂപ്പര് വായി പോയതാ, ആവിയായി പോയതാ, അതാ വെക്കുന്ന ആടെ എടുത്തുകൊണ്ട് വെച്ചതാ. എല്ലാവർക്കും അറിയാം. ഈ ക്യാമറ മുജാഹിദ് വാൽച്ചിന്റെ പ്രസംഗം കണ്ടി, TK അഷ്റഫിന്റെ പ്രസംഗം കണ്ടി ക്യാമറ ഇങ്ങനെ വന്നിട്ട് അവിടെ നിന്നതേ അല്ല. ക്യാമറ ചങ്ങായി കൊണ്ടുവന്നു, എൻ്റെ ബാഗിൽ നിന്ന് സിബ് വലിച്ച് എടുത്ത് അവിടെ കുടുക്കി, ഈ മൈക്ക് അവിടെ എത്തിച്ച് ആ സ്റ്റാൻഡ് അപ്പുറത്ത് വെച്ച് അതൊക്കെ കണക്ഷൻ ചെയ്ത് വൈദ്യുതിയാക്കി, അപ്പുറത്ത് സൈലന്റ് ജനറേറ്ററിൽ കണക്ട് കൊടുത്ത് ഇതൊക്കെ ചെയ്ത്. എന്നാ ഇവിടുന്ന് ഇപ്പൊ ഞാൻ പേര് അല്ലെ ഷിയാബ് ഇടക്കര ഇവിടെ കയറിയിട്ട് പറയുന്നത് ഇതൊക്കെ താനേ ഉണ്ടായതാണ്. മൗലവി നിങ്ങൾ നല്ല മനുഷ്യനായിരുന്നു, ഇന്നലെ വരെ നിങ്ങൾക്ക് ഭ്രാന്തില്ല, ഇപ്പൊ ഭ്രാന്താട്ടോ. സത്യല്ലേ? ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി, 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യൻ താനേ ഉണ്ടായതാ. നീ ആരാ? ഞാൻ ഫ്രീ തിങ്കേഴ്സ്. അസല് ഫ്രീ തിങ്കേഴ്സ് ആണ് പോലെ. അന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്, ഒരു മുട്ടുസൂചി ഉണ്ടാക്കാൻ 6 ഘടകം വേണം. മെറ്റീരിയൽസ് വേണം, അതുപോലെ ബിൽഡിംഗ് വേണം, കെട്ടിടം വേണം, ഫാക്ടറി വേണം, തൊഴിലാളി വേണം, വൈദ്യുതി വേണം, അതിനാവശ്യമായ അച്ചു വേണം, അതിന് ഡിസൈൻ ചെയ്യുന്ന ഡിസൈനർ വേണം. ഇത്രയും ഘടകങ്ങൾ വേണ്ട ഒരു മുട്ടുസൂചി ഉണ്ടാവാൻ. ഈ മനോഹരമായ കെട്ടിടം കണ്ടപ്പോ എന്റെ കൂടെ വന്ന എന്റെ സുഹൃത്ത് ഇവിടെ മുമ്പ് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, പഠിച്ചാൻ. അവൻ കണ്ണഞ്ചി പോയി. ഈ കാലയളവ് കൊണ്ട് ചെറിയ. അപ്പൊ ഷിയാബടക്കര പറയാണെന്ത്, ഇത് ഇന്നലെ ഇവിടെ പറന്ന് വീണതാ. ഞാനിങ്ങനെ ഒരു വാർഷികം പരിപാടി വെക്കാൻ തീരുമാനിച്ചപ്പോ കെട്ടിടം അങ്ങനെ ദുബായിൽ നിന്ന് പറന്നങ്ങനെ വന്ന് ഒരു അറബി ഇങ്ങനെ തൂക്കിക്കൊണ്ടുവന്നാടെ ഫിറ്റ് ചെയ്ത്. അങ്ങനെ വരുമോ? ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ജനശതാബ്ദി ടൈമിനത്ത് ഓടുന്ന വണ്ടിയാണോ? ഏതെങ്കിലും ഒരു ട്രെയിന് കൃത്യതയോടുകൂടി ദുനിയാവിൽ എല്ലാ കാലത്തും ഓടിയിട്ടുണ്ടോ? മാവേലി നിർന്ന ട്രെയിന് 50 കൊല്ലായിട്ട് ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസമില്ലാതെ കോഴിക്കോട് റെയിൽവേ ട്രാക്കിൽ വന്നു എന്ന് തെളിയിക്കാൻ പറ്റുമോ? പക്ഷേ സൂര്യൻ നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി എന്ത് മനോഹരമായ പ്രയോഗമാണ്. ഖുർആനിലെ 36-ാം അധ്യായം 38, 39. എൻ്റെ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരൊക്കെ മനസ്സിലാക്കി, എല്ലാ മതത്തിലും പെട്ടവര് അള്ളാഹു 14.5 നൂറ്റാണ്ട് മുമ്പ് ഖുർആനിൽ പറഞ്ഞ വാചകം എന്താ അറിയോ? സൂര്യൻ ഒരു മൈക്രോ സെക്കൻഡും തെറ്റൂല. അതായത് നമ്മൾ ഇടക്കരയിൽ കലണ്ടർ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ 6:10 ഉദയം. എത്രയേ? 6:10. ആ 6:10 ഉദിക്കേണ്ട സൂര്യൻ 6 മണിക്ക് ഉദിക്കുവോ? 10 മിനിറ്റ് നേരത്തെ? ഒരിക്കലും ഉണ്ടാവില്ല. 10 സെക്കൻഡ് നേരത്തെ, 10 മിനിറ്റ് പോട്ടെ, 10 സെക്കൻഡ്, 10 മൈക്രോ സെക്കൻഡ് നേരത്തെ ഉദിക്കുവോ? ഇല്ല. 10:10, 6:10 കഴിഞ്ഞു, 6:20 കഴിഞ്ഞു, 6:30 കഴിഞ്ഞു, സൂര്യൻ ഉദിക്കുന്നില്ല. അങ്ങനെ ഉണ്ടോ? അങ്ങനെയില്ല. 6:10 ഷാർപ്പ്. ആരായിരുന്നു ഉദിപ്പിക്കുന്നത്? ഖുർആൻ പറയാണ് സർവശക്തനായ ദൈവമാണ്, അത് തെറ്റൂലെന്നും പറഞ്ഞു. ഒരു മൈക്രോ സെക്കൻഡ് തെറ്റൂല. എന്നെ അനുസരിച്ചാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. ഞാൻ പറയുന്ന പോലെ കേട്ട കുട്ടിയാണ് സൂര്യൻ. സൂര്യൻ അച്ചടക്കമുള്ള സൃഷ്ടിയാണ്. അള്ളാനെ അച്ചടക്കത്തോടു കൂടി അനുസരിച്ചുകൊണ്ടാണ് സൂര്യനിൽ പ്രശ്നമില്ലാത്തത്. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? സൂര്യൻ പോകുന്ന വഴിയിൽ വേറൊരുത്തം കൊണ്ടുവന്ന് ബ്ലോക്ക് ഇട്ട് നിർത്തൂല. പാർട്ടികളില്ല അവിടെ. ഇത് ഒരു കോൺഗ്രസ്സുകാരൻ പോകുമ്പോ CPM-കാരൻ പോകുമ്പോ ഒരു BJP-കാരൻ പോകുമ്പോ മറ്റൻ ക്രോസ് ഇട്ട് നിൽക്കവിടെ എന്ന് പറയുന്ന സമ്പ്രദായം അവിടെ ഇല്ല. ആരും ആരെ ട്രാക്കിലും അതിക്രമിച്ച് കയറൂല. അതുകൊണ്ട് അവിടെ ഹർത്താലില്ല. ഇന്നൊരു ചെറിയ നക്ഷത്രത്തിന് വലിയ സൂര്യൻ വെട്ടിക്കൊന്ന് അതിന്റെ പേരിൽ അവിടെ ഒരു ഹർത്താലില്ല, പാർട്ടി ഓഫീസ് ഇല്ല, സ്റ്റീൽ ബോംബില്ല, ഒന്നുമില്ല.
അള്ളാഹ് പറയാണ് ഖുർആനിലെ 3-ാം അധ്യായം 83, 84, 85 വാചകം വായിക്കേണ്ടതാണ്. അവിടെ പറയുന്നതറിയോ? സൂര്യൻ മുസ്ലിമാണ്. എന്ത് സൂര്യൻ മുസ്ലിമാണ്? എന്നെ പോലെ ജുബട്ട് തൊപ്പിട്ട് താടിയിട്ട് അല്ല. പിന്നെ ദൈവത്തെ അനുസരിക്കുന്ന സൃഷ്ടി. മനുഷ്യനോ? മനുഷ്യൻ അനുസരിക്കുകയും ചെയ്യും, അനുസരണക്കേട് കാണിക്കുകയും ചെയ്യും. ചന്ദ്രനോ? അനുസരണക്കേടില്ല. മൃഗങ്ങളൊക്കെ അനുസരണക്കേടില്ല. അനുസരണവും അനുസരണക്കേടും ഒന്നിച്ചു വന്ന ഏക സൃഷ്ടി മനുഷ്യൻ. അതുകൊണ്ടാ കലാപം. എന്റെ ബൗണ്ടറിയിൽ മറ്റൊന്ന് തെങ്ങട്ട്, അത് ആധാരം എടുത്തു നോക്കുമ്പോ ഗണേശന്റെ പറമ്പിൽ സുരേന്ദ്രന്റെ കവുങ്ങ്. നേരെ മറിച്ച് നമ്മുടെ ആകാശഗോളത്തിലോ ഒന്നുമില്ല. അതാ അള്ളാഹ് പറഞ്ഞ എന്തെന്നറിയോ? മനുഷ്യൻ എവിടെ കൊണ്ടോ അവിടൊക്കെ കുഴപ്പമുണ്ടാവും, മനുഷ്യൻ എവിടൊക്കെ പോകുന്നോ അവിടൊക്കെ കുഴപ്പമുണ്ടാവും. എന്താ അങ്ങനെ? 30-ാം അധ്യായം 41-ാമത്തെ വചനം. കരയിലും കടലിലും കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യർ പ്രവർത്തിച്ചത് കാരണം, ഓന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണം. എന്താ ആകാശം എണ്ണാതിരുന്നത്? ആകാശത്തിലേക്ക് നമ്മൾ എത്തൂല. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് ഇൻ ഇസ്തതഅതും അൻ തൻഫുദ്. നോക്കൂ സൂറത്ത് റഹ്മാൻ. അവിടെ പറയണേ ആകാശഭൂമിയുടെ ബൗണ്ടറി ഭേദിച്ച് അങ്ങ് പോയി അവിടെ ഗോളത്തിൽ ഇടപെട്ട് അങ്ങനൊന്നും കഴിയില്ല. ട്രംപിനി എന്ത് തല കുത്തി മറിഞ്ഞാലും, ഏത് ചോന്നയും നീലയും പച്ചയും കോട്ടിട്ടാലും അങ്ങോട്ട് എല്ലാം പറ്റില്ല. ഇവിടെ കുഴപ്പമുണ്ടാക്കുക, ഇറാഖ് പോകാ, പലസ്തീനിൽ പോകാ, ഇന്ത്യയിൽ വരാ, രണ്ടാളും കൂടി കച്ചറുണ്ടാക്കാൻ തീരുമാനിക്കുക, അതൊക്കെ ചെയ്യാം. പക്ഷേ നിങ്ങൾ വേറൊന്നുകൂടെ ആലോചിച്ചോ? 13.5 ലക്ഷം ഭൂമി ഒതുക്കാൻ വലുപ്പമുള്ള സൂര്യൻ ഒരിക്കലും ചന്ദ്രനെ ആക്രമിക്കൂല. ചന്ദ്രന്റെ റൂട്ടിൽ എത്ര സാധു ആയിക്കോട്ടെ ചന്ദ്രൻ, സൂര്യന്റെ പ്രകാശേറ്റ് പ്രതിപ്രവർത്തിക്കുന്ന ആളാണ് ചന്ദ്രൻ. എന്നാ സൂര്യൻ വിചാരിക്കണം, എന്റെ വെളിച്ചം തട്ടിയ കുഞ്ഞോനെ എജ്ജി അന്നം വിടുവോ എന്ന് ഇന്ന് വരെ. അതാ അള്ളാഹ് പറഞ്ഞ എന്ത്? മനുഷ്യനതല്ല. ആത്മാവിനെ നന്നാക്കാനും പറ്റും മനുഷ്യന്, ആത്മാവിനെ കേടെടുത്താനും പറ്റും മനുഷ്യന്. ഇനി നമ്മളൊക്കെ ചിന്തിക്കുക, ഇസ്ലാം ലോകത്തോട് എന്താവശ്യപ്പെടുന്നു? ഇസ്ലാം ഒന്നാമതായി പറയുന്നു ഒറ്റ ദൈവത്തെ ആരാധിക്കാൻ പാടുള്ളൂ. ഞാൻ ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞുകൊള്ളട്ടെ, വളരെ ലളിതമായ. നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു. ഒരു വിശ്വാസരംഗം ഞാൻ ഒന്ന് പറയാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭൗതിക തിരുശരീരം അവിടെ കിടത്തിയിട്ടുണ്ട്. അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ന്യായമായി വാദിക്കുകയാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമാഗതമായി. അദ്ദേഹം എഴുന്നേറ്റ് നിന്നു, ഖുർആനിലെ 2 വചനങ്ങൾ ഉദ്ധരിച്ചു പ്രസംഗിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും, നല്ലോണം ശ്രദ്ധിക്കണം, ഇസ്ലാം എന്താണെന്ന് എല്ലാവരും ഒന്ന് അറിയണം. ആരെങ്കിലും മുഹമ്മദ് നബിയാണ് ആരാധിക്കുന്നതെങ്കിൽ അത് മാത്ത, അദ്ദേഹം മരിച്ചു. ആരെങ്കിലും മുഹമ്മദ് നബിയാണ് ആരാധിക്കുന്നതെങ്കിൽ അത് മാത്ത, അതാ മരിച്ചിരിക്കുന്നു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് പറയാൻ, അതല്ല, ഒരിക്കലും മരിക്കാത്ത ലോകത്തിന്റെ നാഥനായ അള്ളാഹുവിനെയാണോ ആരാധിക്കുന്നത് എങ്കിൽ ഹയ്യുൽ ലാ യമൂത്ത്, ഹയ്യുൽ ലാ യമൂത്ത്, ആ ദൈവം മരിക്കൂല. ചിന്തിക്കാൻ വേണ്ടിയാണേ, നല്ലോണം ആലോചിക്കാൻ വേണ്ടിയാണ്. സായിബാബ മരിച്ചുവല്ലോ. സായിബാബ മരിച്ച പുട്ടപ്പർച്ചിയിൽ ആരെങ്കിലും എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞോ? ആരെങ്കിലും സായിബാബയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം മരിച്ചു എന്ന്? ഇല്ല. മരിക്കാത്ത ദൈവമുണ്ട് അവൻ ആരാധിക്കാന്ന്? ഇല്ല. ഞാൻ അതിനേക്കാൾ ദുഃഖകരം, എന്റെ വീടിന്റെ തൊട്ടടുത്ത് സായി ഭക്തനായ ഒരാളാണ്. അദ്ദേഹം സായിബാബയുടെ പിക്ചറിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൻ വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് കൈ ഉയർത്തിയൊരു കാര്യമില്ല, ആള് മരിച്ചുപോയി. ഞാൻ ആരാധിക്കുന്ന ദൈവം എന്നേക്കാൾ മുമ്പ് മരിക്കുക. മനുഷ്യന്മാരെ ഒന്ന് ആലോചിച്ചു. ഞാൻ ജനിച്ചിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ആരാധിക്കുന്ന ദൈവം ജനിക്കുന്നത്. ഞാൻ മരിക്കുന്നതിന്റെ 10 കൊല്ലം മുമ്പ് ദൈവം പോവുകയും ചെയ്ത്. മനുഷ്യന്മാരോട് ചിന്തിക്കാൻ പറയണം, ആരെയും കുറ്റപ്പെടുത്തിയല്ല, ആലോചിക്കാൻ പറയണം. ആരാ നമ്മുടെ ദൈവം? എനിക്ക് അത്ഭുതം തോന്നുന്നു പറഞ്ഞോട്ടെ. സായിബാബ മരിച്ചപ്പോ 10 മണി മുല്ല വിടരാതിരുന്നോ? ലോകത്തെല്ലാ 10 മണി മുല്ലയും സായിബാബ മരിച്ച അന്ന് മുതൽ വിടർന്നില്ല. എങ്കിൽ ബുദ്ധിയുള്ളവർക്ക് എന്ത് മനസ്സിലാക്കുക? 10 മണി മുല്ല വിടർത്തുക എന്നുള്ള ഡ്യൂട്ടി മൂപ്പർക്കായിരുന്നു. അദ്ദേഹം മരിച്ചു, അതുകൊണ്ട് ഇതാകുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. സൂര്യൻ ഉദിക്കാതിരുന്നോ? അസ്തമിക്കാതിരുന്നു? ഇല്ല, എല്ലാം ഇവിടെ നടക്കണം അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കി. എല്ലാം യേശു ക്രിസ്തു ജനിക്കുന്ന സൂര്യൻ ഉദിച്ചിട്ടില്ലേ? ഉണ്ട്. ദ്വാപരയുഗവും ത്രേതായുഗവും കഴിഞ്ഞ് കൗസല്യയുടെ പുത്രനായിട്ട് ശ്രീരാമൻ ജനിച്ചു. പുത്രകാമേട്ട് യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമുനി പായസാന്നം നൽകി. കൈകേയി, കൗസല്യ, സുമിത്ര മൂവരും പായസാന്നം ഭുജിച്ച് കൗസല്യയുടെ പുത്രനായിട്ട് ശ്രീരാമൻ ജനിച്ചു. അത്ഭുതം എന്താണെന്നറിയോ? ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ് ദശരഥ മഹാരാജാവിന് ശാപം കിട്ടിയിരുന്നു. അതെന്താ?
നദിയിൽ നിന്ന് മൺകുടത്തിൽ വെള്ളമെടുക്കുന്ന ഒരു മുനിയെ ആനയാണെന്ന് കരുതി ശബ്ദം കേട്ട ദിക്കിലേക്ക് അമ്മു തൊടുത്ത് വിട്ട് കൊന്നു. അപ്പൊ ശാപം കിട്ടി, പുത്രദുഃഖത്താൽ മരിക്കട്ടെ. സത്യല്ലേ? ആണ്. അപ്പൊ പുത്രദുഃഖത്താൽ മരിക്കട്ടെ എന്ന് ശാപം കിട്ടിയ ദശരഥ മഹാരാജാവിന്റെ പുത്രൻ ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ് നദികൾ ഒഴുകുന്നുണ്ട്. ആ നദി ആര് നിർമ്മിച്ചു? ഇവിടെ ഒരു പള്ളിയുണ്ട്, മുസ്ലിങ്ങൾ അവിടെ കയറി നിസ്കരിക്കുമ്പോ അവർ പറയുന്ന വാചകം എന്താറിയോ? അവർ പറയുന്ന വാചകം എന്താണെന്നറിയോ? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു മുസ്ലിം പള്ളി കയറി നെഞ്ചത്ത് കൈകെട്ടിയ ആദ്യം പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട ഇതര മതസമൂഹത്തോടാ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ അറിയോ? ആകാശഭൂമികളെ സൃഷ്ടിച്ച സർവശക്ത, ഞാൻ എന്റെ മുഖത്തെ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു. അപ്പൊ മുസ്ലിങ്ങൾ ആരാധിക്കുന്നത് ലോകങ്ങളുടെ നാഥനെയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരുടെ നാഥനെയാണ്. അപ്പൊ നോക്കൂ, ക്രിസ്ത്യാനികളെ യേശു ക്രിസ്തുവിനെ ആദരിക്കുന്നു, ദെൻ ആരാധിക്കുന്നു. ശരിയല്ലേ? ആദരിക്കുന്നു, ആരാധിക്കുന്നു. ശ്രീരാമനെ ഹൈന്ദവർ ആദരിക്കുന്നു, ആരാധിക്കുന്നു. മുഹമ്മദ് നബിയെ മുസ്ലിങ്ങൾ ആദരിക്കുന്നു, ആരാധിക്കുന്നില്ല. എന്തുകൊണ്ട്? എത്ര വലിയ മഹാനായിക്കോട്ടെ, അവൻ സർവശക്തന് നൽകേണ്ടത് അവന് നൽകാൻ പറ്റില്ല. അതാണ് ഇസ്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ട് ശുദ്ധമായ ഏകദൈവ വിശ്വാസം, ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം എന്നാണ്. എന്റെ പ്രാർത്ഥനകൾ മുഴുവനും ഏകനായ ദൈവമേ നിന്നോടാണ്. എന്റെ വഴിപാടുകളും നേർച്ചകളും ഏകനായ ദൈവമേ നിന്നോടാണ് എന്നാ പറയുന്നത്. വേദഗ്രന്ഥങ്ങൾ പറയുന്നത് അറിയോ? ദൈവത്തെ അല്ലാതെ സൃഷ്ടിയെ ആരാധിച്ചാൽ നരകത്ത് പോകുന്നതാണ്. ദേവിയെ ആരാധിച്ചാൽ, ദേവനെ ആരാധിച്ചാൽ നരകത്ത് പോകുന്നു. ഖുർആനല്ല, ഖുർആൻ അത് പറഞ്ഞു. ഖുർആൻ അല്ലാത്ത വേദവും പറഞ്ഞു. ഇപ്പൊ ഈശാവാസ്യോപനിഷത്ത് 12ാമത്തെ ശ്ലോകം, 108 ഉപനിഷത്തുണ്ട്. 108 ഉപനിഷത്തിൽ ഈശാവാസ്യോപനിഷത്ത് പ്രസ്താവ്യമാണ്. ആ ശ്ലോകം പറയുന്നറിയോ? അന്തം തമഹ പ്രവിശന്തിയേ സംപുത്യമുപാസതേ തതോ ഭൂയ ഇവദേ ഇഹു സംപുത്യമൃതഹാന. ദൈവത്തല്ലാതെ സൂര്യനെ ആരാധിച്ചാൽ, ചന്ദ്രനെ ആരാധിച്ചാൽ, നക്ഷത്രങ്ങളെ ആരാധിച്ചാൽ, നക്ഷത്രത്തെ ആരാധിക്കുന്നവരും നക്ഷത്രം പ്രതീക്ഷിക്കുന്നവരും ഒക്കെ ഉണ്ട് അല്ലേ? വാരഫലമൊക്കെ അവിടെയൊക്കെ നമ്മുടെ പാട്ട് തന്നെ എന്താ പറയുക അല്ലേ? ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു, ജയവും പരാജയവും അല്ലേ? ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു, ജയവും പരാജയവും. നോക്ക്, നക്ഷത്രങ്ങൾക്ക് നമ്മുടെ ഭാഗ്യ സൗഭാഗ്യ നിർഭാഗ്യ എല്ലാം നിർവചിക്കാനുള്ള കഴിവുണ്ട്. മോഡേൺ സയൻസ് പഠിച്ച വിവരമുള്ള ഒരു കുട്ടി പറയോ, നമ്മൾ കാണുന്ന പല നക്ഷത്രവും ജീവിച്ചിരിപ്പില്ല, മരിച്ചു. അതിന്റെ പ്രകാശം ഭൂമിയിലെത്താൻ ഇത്ര പ്രകാശ വർഷം വേണം. അതിന് മുമ്പ് അത് മരിച്ചുപോയി. ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായ ആ നക്ഷത്രം ഇല്ല. സൂര്യൻ, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വിചാരിക്കുന്നത് ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയില്ല എന്ത്? നമ്മുടെ സാധാ കവികളൊക്കെ ചന്ദ്രനെ കുറിച്ച് പറയുന്നത് എന്താണ്? ചന്ദ്രനെ പോൽ വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രികേ അല്ലെ? ചന്ദ്രൻ വലിയ കുഴികളും ഗർത്തങ്ങളുമുള്ള ഒരു ഗോളമാണ്. കല്ലും പർവ്വതക്കെട്ടുകളും ചൂടുപിടിച്ച പ്രദേശങ്ങളും കുഴികളും ഒക്കെ ഉള്ള ഒരു സംഭവമാണത്. മനുഷ്യന്റെ ബുദ്ധി, നേരത്തെ പറഞ്ഞല്ലോ കറുത്ത പൂച്ച, നമ്മൾ അങ്ങോട്ട് ഇറങ്ങി. പൂച്ചക്ക് കറക്കാനും പറ്റൂല, ഓടാനും പറ്റൂല. ഇവിടെ നിങ്ങൾ അന്ധവിശ്വാസികൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പൂച്ചക്ക് അപ്പുറത്ത് കണ്ടത്ത് പോയിക്കൂടെ? ഏയ്, പൂച്ച ഇവിടുന്ന് അങ്ങോട്ട്. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. കറുത്ത പൂച്ച അല്ല, കറുത്ത പുലി വന്നാലും ഒന്ന് നിന്ന് നോക്കും, ഒന്ന് പിടിക്കാൻ. ആണുങ്ങളാണല്ലോ, അതിനെ കണ്ടിട്ട് ഇങ്ങോട്ട് പോരുക. ഇവിടുന്ന് അങ്ങോട്ട് കോണിപ്പടിയൊക്കെ ഇറങ്ങി 1 കിലോമീറ്റർ അപ്പുറത്തി. അതേ പേസ് എടുത്തില്ല, ഇനി മടങ്ങാൻ പറ്റൂല, ഇജ്ജ് ഇങ്ങോട്ട് പോരിയും. ഓളെ ഒറ്റയ്ക്കേ വീട്ടിലുള്ളൂ, ഓളെ കാല് പൊട്ടി കിടക്കുക. എന്നിട്ട് ഓള് നിരങ്ങുക 1 കിലോമീറ്റർ അപ്പുറത്തേക്ക്. ഓന്റെ അന്ധവിശ്വാസം കൊണ്ടേ. ഏയ്, ആളുകൾ എങ്ങനെ? ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ പറയുന്നത് ഇതൊരു ഗ്രാമീണ സമൂഹമാണ്. ഞങ്ങളുടെ നാട്ടിൽ ചൊവ്വാഴ്ച അവിടെ ഒരു ഹൈന്ദവ ഭാവി പറയുന്ന ഒരാളുണ്ട്. അപ്പൊ അയാളുടെ വീട്ടിൽ എല്ലാവരും പോവും. പർദ്ദട്ട പെണ്ണുങ്ങളും പോവും, അല്ലാത്തവരും പോവും, ക്രിസ്ത്യാനിയും പോവും, എല്ലാവരും പോവും. അപ്പൊ എന്താ അവിടെ സംബന്ധിച്ച്, നിങ്ങൾ എപ്പ ചെന്നാലും 4-5 ആൾക്കാരുണ്ടാവും അവിടെ. നിങ്ങൾ എപ്പ ചെന്നാലും അവിടുത്തെ ബെഞ്ചുമേലും കസേരമേലും 4-5 ആള് ഒരിങ്ങനെ സാധുക്കളായിട്ട് ഇങ്ങനെ കുത്തിരിക്കും. ഇപ്പൊ സാധുക്കളായി ഇരിക്കുന്ന കണ്ടാൽ നമ്മൾ അവിടെ ചെന്നിട്ട് ഇരിക്കുമല്ലോ. ഹോസ്പിറ്റലിലാണെങ്കിലും 5 ആള് ബുക്ക് ചെയ്തിരിക്കുന്നുണ്ട്, നമ്മൾ അപ്പുറത്തിരിക്കും.
ഇരിക്കുമ്പോൾ തന്നെ അവൻ ചോദിക്കും, നിങ്ങൾ എവിടുന്നാ? ആദ്യം ഓൻ എന്ത് പറയുന്നറിയോ? ഞാൻ വടകരയെന്നാണ്, എൻ്റെ പേര് സുരേഷ്, ഞാൻ ഇങ്ങനെയൊക്കെ പ്രശ്നമുള്ള ആളാണെന്ന് ഓൻ പറയും. അന്നിട്ട് മറ്റോനോട് ചോദിക്കും, വന്ന ആളോട്, ഇജ്ജ് എവിടുന്നാ? ഞാൻ എടക്കരയെന്നാ. എൻ്റെ പേരെന്താ? മാധവൻ. എന്താ എൻ്റെ കുടുംബക്ക് 3 കുട്ടികളുണ്ട്, ഇന്നെന്നാ പ്രശ്നമുണ്ട് കറി. അപ്പോൾ പിന്നത്തെ ചാൻസ് ചോദ്യകർത്താവിനാ. മൂപ്പര് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മറ്റേ ആളോട് പറയൂട്ടോ, എടക്കരയെന്ന് മാധവൻ തന്നെ ഒരുത്തം വന്നിട്ടുണ്ട്, ഓന് ഭാര്യയും 3 കുട്ടികളുകൾ, ഇവന്റെ ഏജന്റ് ആക്കൂത്തിരിക്കണത്. അപ്പൊ ഇവിടുന്ന് എന്ത് ചെയ്യുന്നറിയോ? മാധവൻ എന്ന് പറഞ്ഞ ആള് എടക്കരയെന്ന് ആ വാതിൽ ഇങ്ങനെ തള്ളി തുറക്കുമ്പോൾ തന്നെ മൂപ്പര് എടക്കരയെന്നല്ലേ? അപ്പോഴേക്കും ഇയാൾ ഞെട്ടി. രണ്ടാമത്തെ ചോദ്യം, മാധവനല്ലേ? അപ്പൊ ഇയാൾ ഒന്നുകൂടി താന്ന്, 3 കുട്ടികളല്ലേ? അപ്പോഴേക്ക് മൂപ്പരെ കാൽമേൽ വീണ്. മറ്റോൻ പറഞ്ഞു കൊടുത്ത ഒപ്പം പറയണേ. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഇത് വ്യാപകമായപ്പോ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കുറച്ച് കുറ്റക്കേടുണ്ടായി എനിക്ക്. ഇങ്ങനത്തെ ദർഗാ ബൊയ്ലിയമാരെ പൊളിച്ചു കൊടുക്കണ പണി വേറൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞാനും എൻ്റെ സുഹൃത്തുക്കളൂടി അവിടെ ചെന്നു. അപ്പൊ അവിടെ 4-5 ആൾക്കാരുണ്ടാവും. ഓരോ ചോദിച്ചു, നിങ്ങൾ എവിടുന്ന വരുന്നത്? ഓരാദ്യം ഓരോ കഥ പറഞ്ഞു. നിങ്ങൾ എവിടുന്ന വരുന്നത് ചോദിച്ചു. ഞങ്ങൾ സ്ഥലം മാറ്റി പറഞ്ഞ്. പേരെന്താന്ന് ചോദിച്ചു, പേര് മാറ്റി പറഞ്ഞ്. ആശയമൊക്കെ മാറ്റി പറഞ്ഞു, എല്ലാം മാറ്റി പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞ അനുസരിച്ച് മൂപ്പര് വിവരം കൊടുത്ത്. ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോ, ബഷീർ അല്ലേ? അല്ലേലോ. ഇന്നടുത്തുന്നല്ലേ? അല്ലല്ലോ. അപ്പോഴേക്ക് മൂപ്പര് നമ്മളടിമയായി. ഇതാ ചെങ്ങായിമാരെ ലോകത്തുള്ള എല്ലാ തട്ടിപ്പും നിങ്ങൾ നല്ലോണം മനസ്സിലായിക്കൊള്ളി. അതിലൊന്നും പോയി പെട്ടുകൊണ്ട. പിന്നെ ഇതിലൊക്കെ ഉള്ള ഒരു കാര്യം എന്താ, ഇപ്പൊ കൈ നോക്കണമ്മ, നല്ല മുഖലക്ഷണം ഇருக்கு, നല്ല അളകാ ഇருக்கு, എപ്പടി നല്ല സൗക്ക് ഒക്കെ നല്ലപടിയാ പറയും, ഒക്കെ പറയും. അങ്ങനെ കൂത്തിരിക്കും. ഓവുചാലിന്റെ വക്കത്തായിരിക്കും ഓന് കൈരേഖ കയ്യിൽ കുതിരിക്കുക. ഓനോട് ജീവിതരങ്ങളിൽ ഒരു ഓടിട്ട പോര എനിക്ക് കിട്ടിയിട്ടുണ്ടോ? എന്റെ ഭാവി പറയാൻ എനിക്ക് എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? അതില്ല. ഇപ്പൊ എന്താ പറയാന്നറിയോ? അതിലുള്ള വലിയൊരു തട്ടിപ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. കൈനോട്ടക്കാരെ നിങ്ങൾ കൈ, ഓൻ ആദ്യം പറയും, നല്ല അളക അമ്മ ഇരിക്കില്ലേ? ആ അമ്മയുടെ പേര് 3 അക്ഷരല്ലേ എന്ന് ചോദിക്കൂ. നമ്മൾ ഞെട്ടിപ്പോ. പടച്ചോനെ, അമ്മയുടെ പേര് 3 അക്ഷരമാണ്. കാരണം എന്താ? മുസ്ലിം ആണെ ഓനും ഞെട്ടും, ക്രിസ്ത്യാനിയാണെ മൂപ്പരും ഞെട്ടും, ഹിന്ദു ആണെ ഓനും ഞെട്ടും. ആലോചിച്ച് നോക്കുമ്പോൾ 3 അക്ഷരം. ഞങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? 100 സ്ത്രീകൾ എടുത്താൽ 99 സ്ത്രീകളുടെ പേര് 3 അക്ഷരത്തിലായിരിക്കും. ഞാൻ പറഞ്ഞു തരാം. ആമിന എത്ര അക്ഷര? സുമതി എത്ര അക്ഷര? ഏലിയമ്മ എത്ര അക്ഷര? ഹിന്ദു സ്ത്രീക്കും മുസ്ലിം സ്ത്രീക്കും ക്രിസ്ത്യൻ സ്ത്രീക്കും 3 അക്ഷരത്തിലേക്ക് ഭൂരിപക്ഷ പേരും. അത് വെച്ച് കാച്ചിയതാ. അത് വെച്ച് കാച്ചുമ്പോ തിരിച്ചവനോട് അറിയാം, നിന്റെ അമ്മന്റെ പേര് 3 അക്ഷര, എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതോടുകൂടി ഓൻ മൂത്തൊഴിച്ചു. സംഗതി ഇതാ തട്ടിപ്പ്. പിന്നെ ഈ ജാതി ആളുകളെ കൈകാര്യം ചെയ്യരുതിട്ടോ ഒരിക്കലും. പക്ഷെ ഞാൻ പറയണ നിങ്ങൾക്ക് ചിന്തിക്കാനാ. ഒരു കൈനോട്ടക്കാരൻ്റെ അടുത്ത് എന്നിട്ട് എനിക്കുണ്ടായ അനുഭവം, എന്നെ കണ്ടോ പറഞ്ഞു, ചക്രവർത്തി മാതിരി ഇതാ ഇருக்கு, നല്ല മുഖകാന്തി ഇருக்கு, ഞാൻ ഐശ്വര്യമൊക്കെ പറയാം. ഞാൻ ആയിക്കോട്ടെ, ഞാൻ പറയുന്ന ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ എൻ്റെ കൈ ഞാൻ നീട്ടിത്തരും. ഞാൻ ചോദിച്ചു, ഇപ്പൊ സമയം എത്രയായിരുന്നു ചോദിച്ചു. 8 മണി. നിങ്ങൾ എത്ര സമയം വരെ ഇവിടെ ഉണ്ടാവും? 5 മണി വരെ. ഈ 8-ന്റെ 5-ന്റെ അടുക്ക് എത്ര ആള് നിങ്ങളെ നേരെ കൈ നീട്ടുന്നുള്ള ഇന്നത്തെ നിങ്ങളെ ഭാവി നിങ്ങൾ ഇപ്പൊ പറഞ്ഞു തന്നാല് ഞാൻ നിങ്ങൾക്ക് കൈ നീട്ടിത്തരും. അപ്പൊ ഇങ്ങനെ മിണ്ടാടുക്കുകയാണ്. പിന്നെ അയാളോട് ഒരു ചോദ്യം കൂടി ചോദിക്കുക. 10 മിനിറ്റിന്റെ ഉള്ളിൽ ഇവിടെ ഒരു സംഗതി നടക്കാൻ പോകുന്നുണ്ട്, അതെന്താ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുക. 10 മിനിറ്റിൽ 8 മിനിറ്റ് കഴിയുമ്പോൾ മോന്തക്കുറ്റിക്ക് ഒരു ഒറ്റടിയാട് കൊടുക്കുക. ഇത് കിട്ടൂന്ന് 10 മിനിറ്റിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയായിരുന്നോ എന്ന് ചോദിക്കുക. ഇല്ല. അന്നെ ചെള്ള കടി കിട്ടുന്നത് 10 മിനിറ്റിനുള്ളിൽ നടക്കുന്നത് പോലും അറിയാത്ത ഒരുത്തൻ നമ്മളെ ഭാവി അറിയാൻ മെനക്കെടുക. അതുകൊണ്ട് പൊന്നാര ചങ്ങായിമാരെ, ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം കാണണം. ഇവിടെ കുറെ സ്ത്രീകൾ ഇരിക്കണ്ടല്ലോ, നമ്മൾ എന്ത് അമ്മി കുമ്മായം പറയും, ഒരു കാര്യം നമ്മൾ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉപജീവനയിലും ഖുർആനിലെ 11-ാം അധ്യായം 6-ാമത്തെ വചനം, അല്ലാഹു തീരുമാനിച്ചാണ് നമ്മുടെ കാര്യം. നമ്മൾ ഒന്നും പേടിക്കേണ്ടതില്ല. നമ്മുടെ ഭക്ഷണം നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യാം, നമ്മൾ എടുക്കേണ്ട പണി നമ്മൾ എടുത്താൽ മതി. അതുകൊണ്ട് നമ്മൾ ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് പോയിട്ട് ഉറങ്ങരുത്. ഒരു ഡൈനിങ് ടേബിളിന്റെ ചുറ്റിലിരുന്ന് ആലോചിക്കുക, ചിന്തിക്കുക, മനുഷ്യന്റെ ജീവിതത്തിന് വല്ല ലക്ഷ്യമുണ്ടോ? അങ്ങനെ നല്ലവണ്ണം ആലോചിച്ചിട്ട് സാക്ഷാൽ അള്ളാഹുവിനെ, ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത അതാണ്. ഇസ്ലാം അള്ളാനെ മാത്രം. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ലളിതമായ ഒരു ചിന്ത, ഒരു സ്പാർക്കിംഗ് കിട്ടിക്കോട്ടെ. നാളെ ഈ CD ഒരാൾ കേട്ടാൽ പല മനുഷ്യരും, ഞാനിവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിൽ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം യേശു ക്രിസ്തുവിന്റെ ഭാഷ ഏതായിരുന്നു? എടക്കരയിലെ മലയാളികളായ ക്രൈസ്തവരോട് ഞാൻ ചോദിക്കുകയാണ്, യേശു ക്രിസ്തുവിന്റെ ഭാഷ മലയാളമായിരുന്നോ? അല്ല. അറബി ആയിരുന്നോ? അല്ല. ഇംഗ്ലീഷ് ആയിരുന്നോ? അല്ല. ഹീബ്രു ആയിരുന്നോ? അല്ല. അരമായ ഭാഷയായിരുന്നു യേശു ക്രിസ്തുവിന്റെ ഭാഷ. അരമായ ഭാഷ സംസാരിച്ച യേശു ക്രിസ്തുവിന് മലയാളം തിരിയോ? എടക്കരയിലെ പള്ളിയിലച്ഛൻ കർത്താവായ യേശു ക്രിസ്തുവേ കാത്തോളണേ ആമേൻ എന്ന് പറഞ്ഞ ആ മലയാളം ജീവിത
ദൈവത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിന് തിരിയോ? എന്റെ ചോദ്യം. ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരുണ്ട്, അനവധി ഭാഷയുണ്ട്. ആ എല്ലാ ഭാഷയും യേശുക്രിസ്തുവിന് തിരിയോ? ജീവിതകാലത്ത് അരാമിക് ഭാഷ സംസാരിച്ച ആളാണ് യേശുക്രിസ്തു. തിരിയോ? ശ്രീരാമൻ മലയാളിയായിരുന്നോ? ശ്രീരാമ രക്ഷിക്കണേ, എന്റെ കുട്ടിയെ കത്തോളണേ എന്ന് പറഞ്ഞാൽ ആ മലയാളം ശ്രീരാമൻ ജീവിച്ചിരുന്ന കാലത്ത് അറിയുമായിരുന്നോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയായിരുന്നു. മലയാളം തിരിയോ? എത്ര നേരമായി തങ്ങളെ കാത്തു നിൽക്കുന്ന തങ്ങളെ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്ത തങ്ങളെ എന്ന് നബീനോട് മലയാളത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടോ? മനുഷ്യർ ചിന്തിക്കുക. നേരെ വെച്ച് ഖുർആനിലെ 30-ാം അധ്യായം 22 എന്താണെന്നറിയോ? എല്ലാ ഭാഷയും പടച്ചത് പടച്ചോനാണ്. ആ പടച്ചോനോട് ഏത് ഭാഷയില് കോടിക്കണക്കിന് മനുഷ്യർ, കോടിക്കണക്കിന് കാര്യങ്ങൾ, കോടിക്കണക്കിന് ഭാഷയില്, കോടിക്കണക്കിന് സന്ദർഭത്തിൽ പറഞ്ഞാൽ അത് മനസ്സിലാകുന്ന ലോകത്തിന്റെ നാഥൻ. ആ ലോകത്തിന്റെ നാഥനെ നമുക്ക് ആരാധിച്ചുകൂടെ? അതാണ് ഒന്നാമത്തെ കാര്യം.